പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് എത്തുകയാണ്. കെ സുരേന്ദ്രന്റെ കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുന്നത്. VSSCയിൽ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത ശേഷം സെൻട്രൽ സ്റ്റേഡിയത്തിലെ സമ്മേളന വേദിയിലേക്ക് പ്രധാനമന്ത്രി എത്തും. മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കുന്ന ഗഗൻയാൻ ദൗത്യത്തിലെ അംഗങ്ങളെ പ്രധാനമന്ത്രി ഇന്ന് പ്രഖ്യാപിക്കും. ദൗത്യത്തിലെ മലയാളി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബി നായരാണ് എന്ന് സൂചന വരുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ തുടർന്ന് വൻ ഗതാഗത ക്രമീകരണങ്ങളാണ് തിരുവനന്തപുരം നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അലക്സറ മുഹമ്മദ് സെൻട്രൽ സ്റ്റേഡിയത്തിനകത്ത് നിന്നും നമുക്ക് വിവരങ്ങൾ നൽകും. സെൻട്രൽ സ്റ്റേഡിയത്തിന് പുറത്ത് അജീഷ് ജയകുമാർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. പ്രധാനമന്ത്രി അല്പസമയത്തിനകം എത്തുമ്പോൾ വിമാനത്താവളത്തിനുള്ള വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ നമ്മളോടൊപ്പം ചേരുന്നു. ഷഫീദ്, എപ്പോഴാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുന്നത്? എപ്പോഴാണ് അദ്ദേഹം വിമാനത്താവളത്തിൽ ഇറങ്ങുക? ഗോപി, വലിയ സസ്പെൻസുമായിട്ടാണ് ഇക്കുറി പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഈ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപന വേദിയിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നതിനപ്പുറത്തേക്ക് ഗഗൻയാൻ അടക്കമുള്ള വലിയ സസ്പെൻസ് ഒരുക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് എയർപോർട്ട് ടെക്നിക്കൽ ഏരിയയിലാണ്. അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും വലിയ തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്ത് ഒരുക്കിയിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തിയ സർക്കാർ പദ്ധതികൾ, സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തി. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രധാനമന്ത്രി പുറത്തേക്ക് വരുന്ന എയർപോർട്ട് ടെക്നിക്കൽ ഏരിയയുടെ മുൻവശമാണ്. ഇവിടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാം. അല്പസമയത്തിനുള്ളിൽ 10:20 തിരുവനന്തപുരത്തേക്ക് ആ വിമാനം ലാൻഡ് ചെയ്യും. അതിനുശേഷം 10:30 പുറത്തേക്ക് വരും. നേരെ പോവുക വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലേക്കായിരിക്കും. അവിടെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി ഗഗൻയാൻ ദൗത്യത്തിന്റെ പുരോഗതി അവലോകനം ചെയ്യും. തുടർന്ന് ഉച്ചയ്ക്ക് 12 മുതൽ 1 വരെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന BJP പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഇവിടെ PC ജോർജിന്റെ കേരള ജനപക്ഷം സെക്യുലർ പാർട്ടിയും BJPയുമായി ലയനം നടക്കും. ഉച്ചയ്ക്ക് 1:20 തിരുവനന്തപുരത്ത് നിന്ന് തമിഴ്നാട്ടിലേക്ക് അദ്ദേഹം യാത്ര തിരിക്കും. നാളെ ഉച്ചയ്ക്ക് 1:10 തിരുനെൽവേലിയിൽ നിന്ന് ഹെലികോപ്റ്റർ ആയിരിക്കും അദ്ദേഹം തിരികെ പോവുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും വാഹനവ്യൂഹത്തിന് ഒരു നീണ്ട നിര. അല്പസമയത്തിനുള്ള പ്രധാനമന്ത്രി എത്തുമ്പോൾ അദ്ദേഹത്തെ അനുഗമിക്കാനുള്ള വാഹനവ്യൂഹമാണ്. എല്ലാ സംവിധാനങ്ങളും, സുരക്ഷാ സംവിധാനങ്ങളും ഇതിനോടകം തന്നെ തിരുവനന്തപുരത്ത് ഒരുക്കിയിട്ടുണ്ട്. ഗോപി, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഗഗൻയാൻ ദൗത്യത്തിലെ മലയാളി അടക്കം വലിയ സസ്പെൻസ് ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഈ ദൗത്യത്തിന്റെ കമാൻഡർ മലയാളിയായി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് നായരാണെന്നുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നു. മാത്രമല്ല, ഈ സുഖോയ് യുദ്ധവിമാനം പറത്തുന്ന ഫൈറ്റർ പൈലറ്റാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് നായർ. മറ്റുള്ളവരുടെ പേരും പ്രധാനമന്ത്രി ഇന്ന് പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ രീതിയിലാണ് ഇപ്പോൾ ഈ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഏതായാലും 10:30 പ്രധാനമന്ത്രി തിരുവനന്തപുരം വിമാനത്താവളത്തിനടുത്തുള്ള എയർപോർട്ട് ടെക്നിക്കൽ ഏരിയയിലേക്ക് എത്തും എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഗോപി, ശരി, 10:20 പ്രധാനമന്ത്രിയുടെ വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങുക. 10:30 ഇപ്പോൾ നമ്മൾ കാണുന്ന ഗേറ്റ് തിരുവനന്തപുരം എയർപോർട്ടിന്റെ ടെക്നിക്കൽ ഏരിയയാണ്. ഈ കവാടത്തിലൂടെയാണ് പ്രധാനമന്ത്രി പുറത്തേക്ക് വരിക. 10:30 അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന്റെ വാഹനത്തെ അനുഗമിക്കാനുള്ള വാഹന വ്യൂഹം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. സ്പെഷ്യൽ കമാൻഡോകളുടെ സുരക്ഷാ വലയത്തിനകത്തേക്കാണ് പ്രധാനമന്ത്രി ഇറങ്ങാൻ പോകുന്നത്. അതിനുശേഷം അദ്ദേഹം നേരെ പോവുക വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലാണ്. അവിടെ ഗഗൻയാൻ ദൗത്യത്തിന്റെ പുരോഗതി പ്രധാനമന്ത്രി വിലയിരുത്തും. 12 മണി മുതൽ 1 മണി വരെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ BJPയുടെ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയുടെ സമാപന സമ്മേളനമാണ്. അതിനോടൊപ്പം തന്നെ കേരള ജനപക്ഷം പാർട്ടിയുടെ ലയനം ഉണ്ടാകും. അതിനുശേഷം ഉച്ചയ്ക്ക് അദ്ദേഹം തിരുനെൽവേലിയിലേക്ക് തിരിക്കും. ഇതാണ് ഷഫീദ് റാവുത്തർ നമുക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് നൽകുന്ന വിവരം. നമുക്ക് ഇനി നോക്കാനുള്ളത് സെൻട്രൽ സ്റ്റേഡിയത്തിനകത്തും പുറത്തും ഉള്ള സുരക്ഷാ ക്രമീകരണങ്ങളും പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കാൻ പോകുന്ന പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ എന്തൊക്കെ ഒരുക്കങ്ങൾ ഇപ്പോൾ ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട് എന്നതുമാണ്. അലക്സറ മുഹമ്മദ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് സെൻട്രൽ സ്റ്റേഡിയത്തിനകത്താണ്. അലക്സ്, സെൻട്രൽ സ്റ്റേഡിയത്തിനകത്ത് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. പ്രധാനമന്ത്രി അവിടെ എത്തിച്ചേരുക ഇപ്പോൾ ഷഫീദ് നൽകുന്ന വിവരം അനുസരിച്ച് ഉച്ചയ്ക്ക് 12 മണിക്കാണ്. 12 മണി മുതൽ 1 മണി വരെയാണല്ലോ അവിടെ ഈ പദയാത്രയുടെ സമാപന സമ്മേളനം നടക്കാനിരിക്കുന്നത്. എന്തൊക്കെ ക്രമീകരണങ്ങൾ ആയി കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ? ഗോപി, തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 10:20 തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിലേക്ക് പ്രധാനമന്ത്രി എത്തും. അവിടെ നിന്ന് അദ്ദേഹം VSCയിലേക്ക് പോകും. അവിടെ ISROയുടെ ഔദ്യോഗിക പരിപാടിയുണ്ട്. ആ പരിപാടി ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ഗഗൻയാന്റെ അവലോകന യോഗത്തിലൊക്കെ പങ്കെടുത്തതിന് ശേഷമായിരിക്കും പ്രധാനമന്ത്രി ഈ കാണുന്ന തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തുക. ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലെ പന്തൽ തന്നെ നോക്കുക, ആ വേദി തന്നെ നോക്കുക. പടുകൂറ്റൻ വേദിയാണ് പ്രവർത്തകർക്ക് ഇരിക്കുന്നതിന് വേണ്ടി BJP സജ്ജമാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് 1.5 ലക്ഷം പ്രവർത്തകർ, 50,000-ഓളം പ്രവർത്തകർ ഇവിടെ എത്തിച്ചേരുമെന്ന്
എത്തുമെന്ന് BJP നേതാക്കൾ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്കുള്ള ഇരിപ്പിടങ്ങൾ സജ്ജമാണ്, അവർക്കുള്ള മേൽക്കൂരയോടുകൂടിയ വലിയ പന്തൽ, വലിയ വേദി സജ്ജമാണ്, LED വാളോടുകൂടിയ വേദി, പ്രധാനപ്പെട്ട വേദി സജ്ജമാണ്. ആ വേദിയിൽ പ്രധാനപ്പെട്ട LED വാളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന്റെ മലയാള പരിഭാഷ, അദ്ദേഹം സംസാരിക്കുന്നതിന്റെ മലയാളത്തിലെ ഡബ്ബിംഗ് വേർഷൻ ഈ വേദിയിൽ ഇപ്പോൾ കേൾപ്പിക്കുകയാണ് ഇതിനകത്തെത്തിയ പ്രവർത്തകരെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ 8:30 മണിയോടുകൂടെ തന്നെ പ്രവർത്തകരെ, VIP-മാരെ, അതുപോലെ തന്നെ മീഡിയ പേഴ്സൺസിലേക്ക് അകത്ത് കയറ്റി തുടങ്ങി. 3 പ്രവേശന ഗേറ്റ് വഴിയാണ് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് ആളെ കടത്തിവിടുന്നത്. പ്രധാനമായും VIP ഗേറ്റ് വഴിയും മീഡിയ പേഴ്സൺ, മാധ്യമപ്രവർത്തകരും VIP-കളും ആ ഗേറ്റ് വഴിയും മറ്റു 2 ഗേറ്റ് വഴി പ്രവർത്തകരുമാണ് കടന്നു വരുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് VIP ഗേറ്റ് വഴി അകത്തേക്ക് വന്ന നിലയുറപ്പിച്ചിട്ടുള്ള പ്രവർത്തകരും നേതാക്കളും ഒക്കെയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. വലിയ രീതിയിൽ രണ്ട് വശങ്ങളിൽ, അതായത് പ്രധാനപ്പെട്ട വേദിയും അതുപോലെ 2 വശങ്ങളിലും ഉപവേദികളുമുണ്ട്. ആ ഉപവേദികളിൽ LED വാളുകളിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം കാണാനുള്ള സംവിധാനം ആളുകൾക്ക് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പ്രധാനപ്പെട്ട വേദിയോട് ചേർന്ന് തന്നെയാണ് അത്തരത്തിൽ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1.5 ലക്ഷം പേർ ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് അവർ കണക്ക് കൂട്ടുന്നുണ്ട്. അതുമാത്രമല്ല, വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് പാർട്ടിയിലേക്ക് എത്തുന്ന ആയിരക്കണക്കിന് ആളുകൾ ഈ വേദിയിലേക്ക് എത്തുമെന്ന് BJP അവകാശപ്പെടുന്നുണ്ട്. ഒപ്പം കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളെയും ഈ വേദിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അവർ ശ്രമം നടത്തുന്നുണ്ട്. നിലവിൽ ഘടകകക്ഷി നേതാക്കളടക്കം എത്തിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 12-12:30 മണിയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വേദിയിലേക്ക് എത്തിച്ചേരും. വേദിയെ ഇളക്കി മറിക്കും അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വഴിയിലുടനീളം പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഫ്ലെക്സ് ബോർഡുകൾ, അതുപോലെ വലിയ കട്ടൌട്ടുകൾ, BJP-യുടെയും ഘടകകക്ഷികളുടെയും കൊടികളൊക്കെ നഗരത്തിലുടനീളം ഒരുക്കിയിട്ടുണ്ട്. നഗരത്തിൽ കർശനമായ പോലീസ് സുരക്ഷ, പഴുതടച്ച പോലീസ് സുരക്ഷ നഗരത്തിനകത്തുണ്ട്. സെൻട്രൽ സ്റ്റേഡിയത്തിന് പുറത്തും സെൻട്രൽ സ്റ്റേഡിയത്തിനകത്തും പഴുതടച്ച സുരക്ഷയുണ്ട്. ഏതാണ്ട് 2000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം നിയോഗിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിനുള്ളിലെ സുരക്ഷ SPG നേരിട്ട് ആ സുരക്ഷ നോക്കുകയും ചെയ്യുന്നുണ്ട്. കർശനമായ സുരക്ഷാ പരിശോധനയോടുകൂടെ മാത്രമേ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനമന്ത്രി 12 മണിയോടുകൂടെ ഇവിടെ എത്തി. ഏതാണ്ട് 1-1.25 വരെ ഇവിടെ അദ്ദേഹം തുടരും. ശരി അലക്സ്, ഏതായാലും വലിയ നടപ്പന്തൽ, വലിയ ഒരു പന്തൽ ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് 1.5 ലക്ഷം പ്രവർത്തകരെ BJP നേതൃത്വം അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. രാവിലെ 8:30 മണി മുതൽ തന്നെ പ്രധാനപ്പെട്ട ആളുകൾക്കുള്ള പ്രവേശനം സെൻട്രൽ സ്റ്റേഡിയത്തിനകത്തേക്ക് നടത്തി തുടങ്ങിയിട്ടുണ്ട്. അവിടെ എല്ലാവിധ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു എന്ന് അലക്സ് റാം മുഹമ്മദ്, ഞങ്ങളുടെ പ്രതിനിധി, തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിനകത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അജീഷ് ജയകുമാർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിന് പുറത്ത് അദ്ദേഹത്തിന് ഒരുക്കിയിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, എപ്പോഴാണ് അദ്ദേഹം അവിടെ എത്തിച്ചേരുക തുടങ്ങിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അജീഷ് ജയകുമാറിന്റെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അജീഷ്, എത്ര മണിക്കാണ് പ്രധാനമന്ത്രി സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തുക? പുറത്ത് ഇപ്പോൾ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടോ? സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ആയിക്കഴിഞ്ഞോ? എന്തെല്ലാം പുതിയ വിവരങ്ങൾ നൽകാനുണ്ട് അവിടെ നിന്ന്? ഗോപി, പ്രധാനമന്ത്രിയുടെ പരിപാടി നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിന് പുറത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി പ്രവർത്തകരും ഒപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ സുരക്ഷ തന്നെയാണ് ഇവിടെയും ഒരുക്കിയിരിക്കുന്നത്. പോലീസ് ഇപ്പോൾ ഇവിടെ പ്രധാനമായും 3 ഗേറ്റുകളാണുള്ളത്. അതിൽ ഈ ഗേറ്റ്, നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന ഈ ഗേറ്റ് VIP ഗേറ്റാണ്. ഇതുവഴിയാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും അതേപോലെ തന്നെ ക്ഷണിക്കപ്പെട്ട അതിഥികളും ഉള്ളിലേക്ക് കയറുക. അതിനപ്പുറത്താണ് പൊതുജനങ്ങൾക്കുള്ള ഗേറ്റ്. അത് BJP പ്രവർത്തകരായിരിക്കും അതുവഴി അകത്തേക്ക് കയറുക. പ്രത്യേക പാസ് ഉള്ളവരായിരിക്കും അകത്തേക്ക് കയറുക. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും ഇവിടെ ഇപ്പോൾ നടക്കുകയാണ്. ഏതാണ്ട് 12 മണിയോടുകൂടി പ്രധാനമന്ത്രി ഇവിടെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ BJP-യുടെ ജില്ലാ അധ്യക്ഷൻ BV രാജേഷ് ഉണ്ട്. രാജേഷ്, 12 മണിയോടെ പ്രധാനമന്ത്രി എത്തുമെന്ന് പറയുന്നു. അപ്പോൾ ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി? എന്താണ് നിലവിലെ ഒരു സാഹചര്യം? വളരെ നന്നായിട്ട് പുരോഗമിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോഴേക്കും തിരുവനന്തപുരം ടെക്നിക്കൽ ഏരിയയിലെത്തും, എയർപോർട്ടിലെത്തും. അതിനുശേഷം അദ്ദേഹം നേരെ VSSയിലേക്കാണ് പോകുന്നത്. VSSയിലെ ഔദ്യോഗിക പരിപാടി കഴിഞ്ഞിട്ട് അദ്ദേഹം ഇവിടെ എത്തും. നമ്മുടെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ എയർപോർട്ടിൽ അദ്ദേഹത്തെ സ്വീകരിക്കും. വളരെ വലിയ ഒരു ചരിത്ര സമ്മേളനമായിട്ട് മാറുകയാണ്. തിരുവനന്തപുരത്ത് നിന്നല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വളരെ പ്രതീക്ഷയോടെയാണ് നരേന്ദ്രമോദിയുടെ തലസ്ഥാന സന്ദർശനം കാണുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. അപ്പോൾ ഇതാണ് BJP-യുടെ ജില്ലാ അധ്യക്ഷനാണ് ഇപ്പോൾ സംസാരിച്ചത്. അതായത് പ്രധാനപ്പെട്ട നേതാക്കൾ, ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ ഉണ്ടായിരുന്നു. ഒരുക്കങ്ങൾക്ക് വിലയിരുത്തിയ ശേഷം അദ്ദേഹം പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി വിമാനത്താവളത്തിലേക്ക് പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ BJP-യുടെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രവർത്തകരെല്ലാം ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുകയാണ്. VSSയിലേക്ക് പോയതിനു ശേഷം ഗഗൻയാൻ പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തിയതിനു ശേഷം അവിടെ സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തും. അതിനുശേഷമായിരിക്കും അദ്ദേഹം സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തുക. എന്തായാലും ചാക്ക മുതലുള്ള വിമാനത്താവളം മുതൽ വേളി, ചാക്ക, ഈ
പ്രധാനപ്പെട്ട പാതകളെല്ലാം തന്നെ പോലീസിന്റെ വലയത്തിലാണ്. അവിടെ കർശനമായി സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം പ്രധാനമന്ത്രി ഇവിടെ എത്തും. പ്രധാനമന്ത്രിയെ കാണാൻ, പ്രധാനമന്ത്രി കേൾക്കാനുള്ള ഒരു ആവേശത്തിലാണ് പ്രവർത്തകരും BJP നേതാക്കളും തന്നെ ഇവിടെയുള്ളത്. അജീഷ് ജയകുമാറാണ് ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രി 12 മണിയോടുകൂടി എത്തിച്ചേരുമ്പോൾ അവിടുത്തെ VIP ഗേറ്റിന് മുന്നിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. BJPയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നമ്മളോട് സംസാരിച്ചു. അതിന് പുറമെ ജില്ലാ നേതൃത്വം, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഈ VIP ഗേറ്റിന് മുന്നിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് 12 മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രി സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തുക. അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അല്പസമയത്തിനകം, ഏതാണ്ട് 5 മിനിറ്റകം അദ്ദേഹം വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന് വിമാനം പറന്നിറങ്ങും. 10:30 അദ്ദേഹം തിരുവനന്തപുരം എയർപോർട്ട് ടെക്നിക്കൽ ഏരിയയിലെ ഗേറ്റ് വഴി പുറത്തേക്ക് വരിക. അതിനുശേഷം അദ്ദേഹം നേരെ പോവുക VSSയിലാണ്. അവിടെ ഗഗൻയാൻ പദ്ധതിയുടെ ദൗത്യത്തിന്റെ പുരോഗതി വിലയിരുത്തും. അതിനുശേഷം ഈ ഗഗൻയാൻ ഉള്ള മലയാളി ആരാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കും. അതിൽ ഈ ബഹിരാകാശ ചന്ദ്രയാൻ ദൗത്യത്തിന്റെ ഭാഗമാകുന്നവരുടെ പേരുകൾ അദ്ദേഹം പ്രഖ്യാപിക്കും. അതിനുശേഷമാണ് അദ്ദേഹം BJPയുടെ K. സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയുടെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി അദ്ദേഹം സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തിച്ചേരുക. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം സഞ്ചരിക്കുന്ന വിമാനത്താവളം, വേളി, ചാക്ക റൂട്ടുകളിലൊക്കെ തന്നെ കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. തുടർന്ന് അങ്ങോട്ടും.